എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിലെ ഈ കിഴി റിയാഷനാണ്. എമ്പുരാൻ സിനിമ കത്തിക്കൊണ്ടിരിക്കുകയാണ്, വിവാദങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുക അവിടുന്ന് വരുമ്പോൾ ഇവിടുന്ന് തീയാ വരുന്നത്, തിയേറ്ററിൽ നിന്ന് തീയാ. അതങ്ങനെയാണല്ലോ, കഴിയുമ്പോഴാണല്ലോ പുക ഉണ്ടാവുക. അല്ലെങ്കിലും അങ്ങനെയാണേ. അതായത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ കാട്ടങ്ങ് കൂടെ നിൽക്കും. പിന്നല്ല, എന്നിട്ട് ആരാണോ അതിനെ തകർക്കാൻ നോക്കുന്നത് അവർക്കെതിരെ നിന്ന് ഇതങ്ങ് വിജയിപ്പിച്ചു കൊടുക്കും. അവർക്ക് മതിയാവും. അതെ, അതാണ് അതിന്റെ സത്യാവസ്ഥ. അങ്ങനെ സംഭവമാണ് ഇപ്പോൾ എമ്പുരാൻ സിനിമയുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ പൃഥ്വിരാജിൻ്റെ സുഹൃത്താണല്ലോ, പിന്നെ ആളുടെ പാർട്ണറും കൂടിയാണ്, ബിസിനസ് പാർട്ണറും കൂടിയാണ്. അപ്പോൾ ആള് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ വിവാദത്തിൻ്റെ ഭാഗമായിട്ട്. പൃഥ്വിരാജിനെ കൂടുതൽ ആൾക്കാരും നോട്ടമിട്ട് ഒറ്റപ്പെടുത്തുന്നുണ്ട്. ടാർഗറ്റ് ചെയ്യുന്നത് കൂടുതലായിട്ടും പൃഥ്വിരാജിനെ മാത്രമായതുകൊണ്ട് ആൾക്ക് സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് തന്നെയാണ് കൂടെ വന്നിട്ടുള്ളത്. അതെ, പൃഥ്വിരാജിനെ പലരും തീവ്രവാദിയാക്കുന്നുണ്ട്. അറിയാതെ എന്തൊക്കെ അന്വേഷണങ്ങൾ എന്തൊക്കെ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞ അടുത്ത ദിവസേ പൃഥ്വിരാജ് വേറെന്തൊക്കെയോ പെരുംജാതി കോമഡി ഞാൻ കണ്ട്. അതെന്താണെന്നറിയോ, ഒരു പ്രവർത്തകൻ പറഞ്ഞ സംഭവമാണ്. ആടുജീവിതം സിനിമേന്റെ ഷൂട്ട് നടക്കുമ്പോൾ കോവിഡ് ആയിരുന്നു. ആ സമയത്ത് അവര് മറ്റേ ഇവിടെ പെട്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ, ജോർദാൻ. അവിടെ പൃഥ്വിരാജ് പെട്ട സമയത്ത് അവിടെ മുതല് ഇങ്ങോട്ട് വരുന്ന പിന്നീട് ചെയ്ത സിനിമകളിലൊക്കെ പൃഥ്വിരാജ് ഇങ്ങനത്തെ രീതിയിലാണ് സിനിമയിലൂടെ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ എന്തോ ഒരു ബന്ധം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെങ്ങായി പറയുന്നത്? അതായത് ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അവിടെ പോയി തീവ്രവാദ സംഘടനയുമായി അവിടെ ട്രെയിനിങ് ആയിരുന്നു അത്രയും ദിവസം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? അത് അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. ട്രെയിനിങ് ഉണ്ടായിരുന്നോ? ചായ ചോറ് പോലും തിന്നാൻ കിട്ടാതെ കിടന്ന സമയത്ത് ട്രെയിനിങ്ങിന് പോവാ. അങ്ങനെയല്ല, ആ സമയത്ത് ഒരു ബോളും ബാറ്റും വാങ്ങിയിട്ട് 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിയതാ. ഇതായിരുന്നു അവരവിടെ ചെയ്തോണ്ടിരുന്നത്, പാവങ്ങള്. ഇതാണ് ബോധം. അതായത് പുറത്തിറങ്ങാൻ പറ്റൂലാതെ ഇരിക്കുന്ന സമയമാണ് കോവിഡിന്റെ സമയത്ത്. ആ സമയത്തെ കാര്യമാണ് ഈ പറയുന്നതെന്ന് ചിന്തിച്ചു. ശരിക്ക് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമക്ക് ശേഷം ആളുടെ മലയാള സിനിമ ഒന്ന് ഗുരുവായൂർ അമ്പലനടയിലാ. അതെ, വേറെ ഏതാ? വേറെ ഒന്നും വന്നിട്ടില്ലല്ലോ. അതിന്റെയൊക്കെ മുന്നെയാണ് മറ്റേ ജനഗണമനൊക്കെ 2-3 കൊല്ലം. ജനഗണമനയൊക്കെ അതിന് മുൻപുള്ള സിനിമകളാണ്. അതെ, പക്ഷെ എന്താന്നറിയോ, അവിടുത്തെ ലൊക്കേഷനിൽ ഇത് കഴിഞ്ഞിട്ടാണ് ആ സിനിമകളൊക്കെ റിലീസ് ആയത്. ആ ഒരു സാധനം വെച്ചിട്ടായിരിക്കും. എന്താണെങ്കിലും ഭയങ്കര ബുദ്ധി. പിന്നെ അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെയാണ്, അങ്ങനെയാണ്. ആ ഒരു അവരങ്ങനെ ചിന്തിക്കുള്ളൂ, കണ്ണിലൂടെ അങ്ങനെ കണ്ടുപോകും. അതാണ് പ്രത്യേകത. ഓക്കെ, എന്തായാലും നമുക്ക് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പോസ്റ്റ് എടുത്തുനിന്ന് റിയാക്ഷൻ ചെയ്യാം, വായിക്കാം എന്താണ് പറയുന്നത്. ഒരു കൂട്ടുകാരനുള്ള സപ്പോർട്ടാണെന്നുള്ളത് നോക്കണമല്ലോ അല്ലേ? പിന്നെന്താ. മലയാള സിനിമയ്ക്ക് പരിമിതമായ ബജറ്റേ പ്രായോഗികമാകൂ എന്ന പഴയ നിയമത്തെ കാറ്റിൽ പറത്തി കുതിക്കുകയാണ് എമ്പുരാൻ. അത് സത്യാട്ടോ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന സാധനം അതാണ്. നമ്മുടെ ഏറ്റവും വലിയ പേടി അത് തന്നെയാണ്. എപ്പോഴും മലയാള സിനിമയിൽ എല്ലാവർക്കും പേടിയാണ് പൈസ ഇറക്കാൻ. അതെ, അത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഭയം. അതെന്തായാലും മാറ്റി, അതൊക്കെ ആ ഒരു സംഭവം, ആ ചിന്താഗതി തന്നെ മാറ്റിയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു വിപ്ലവമാണ്. അതായത് മലയാള സിനിമയുടെ ഈ ഒരു ചിന്താഗതിയെ മാറ്റിയെടുക്കുക എന്നുള്ളതിലൂടെ. അപ്പോൾ ഇത്രയും വലിയൊരു പണം മുടക്കിയ ഒരു സിനിമ വന്നിട്ടില്ല. അപ്പോൾ അതിലൂടെ ആ സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും, അതായത് നമ്മുടെ മാക്സിമം ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടിക്ക് അടുത്തൊക്കെയാണ്. 100 കോടിക്ക് ഒരു സിനിമ വന്നിട്ടേ ഇല്ല. അപ്പോൾ ആ 100 കോടിക്ക് ഇറക്കുന്ന ഒരു സിനിമ പോലും ബിഗ് ബഡ്ജറ്റാണ്, അത് ശരിയാവില്ല മലയാള സിനിമയിൽ എന്ന് വിശ്വസിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊന്നും പിന്നീട് അത്ര പോലും ഇറക്കാൻ തയ്യാറാവില്ല മലയാള സിനിമയിൽ. അതാണ് ഇവിടെ മാറ്റുന്നത്. മലയാള സിനിമയുടെ ബഡ്ജറ്റൊക്കെ പല സമയത്തും കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് തോന്നുന്നത്. അതെ, മറ്റുള്ള ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ ഇവിടെ 10 കോടിക്കും 5 കോടിക്കും 15 കോടിക്കും ഒക്കെയാണ് സിനിമ ചെയ്തിട്ട് പോകുന്നത്. മറ്റുള്ളവർക്കൊന്നും അതിന് നടക്കുന്ന പോലും അങ്ങനത്തെ ഒരു പരിപാടിയെ ചെയ്യാൻ പറ്റില്ല, ചിന്തിക്കാൻ പോലും കഴിയില്ല. അതെ, അങ്ങനെ ഒരു ബഡ്ജറ്റിൽ സിനിമ 4 കോടിയിലും 2 കോടിയിലും സിനിമ വരുന്നുണ്ട് മലയാളത്തിൽ. പിന്നെ ഈ സാധനം തന്നെ തിരിച്ചാണ് മലയാള ഇൻഡസ്ട്രി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 50 കോടിക്ക് 100 കോടിക്ക് അയ്യോ അവരെങ്ങനെ തിരിച്ചിട്ടുന്നു, അതാണ് ആ ഒരു ചിന്താഗതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ മാറി. എന്തായാലും അത് എമ്പുരാനിലൂടെ സംഭവിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ മാറി, പേടി ഉണ്ടാവില്ല. അതെ, ഇതൊരു ഫാൻ ബോയ് വെറുതെ ആവേശം കൊള്ളുന്നതല്ല, ഒരു തിയേറ്റർ ഉടമ സാക്ഷ്യപ്പെടുത്തുന്നതാണ്.
ഓക്കെ, അതും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. വെറുതെ പറയുന്നതല്ലല്ലോ, തിയേറ്റർ ഉടമയും കൂടിയാണല്ലോ. കേരളം കണ്ട ഏറ്റവും വലിയ കളക്ഷനിലേക്ക് എമ്പുരാൻ പറന്നുയരുന്നത് കലയിലും വ്യവസായത്തിലും വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള സാധ്യത തുറന്നു വെച്ചിട്ടാണ്. സത്യം, അത് എല്ലാ രീതിയിലും. മികച്ച ഒരു ടീമിൻ്റെ പരിശ്രമത്തെ സല്യൂട്ടടിച്ച് അഭിനന്ദിക്കേണ്ട നേരത്ത് അതിൻ്റെ കപ്പിത്താനെ ഉന്നം വെച്ച് തേജോവധം ചെയ്യുന്നത് ആ വ്യക്തിയെ മാത്രമല്ല സിനിമാ ഇൻഡസ്ട്രിയെ തന്നെയാണ് ദോഷമായി ബാധിക്കുന്നത്. ചർച്ചയാവാം, വിയോജിപ്പുകളുമാവാം, പക്ഷേ പരിഹാസവും തെറ്റായ പദങ്ങളും ഇല്ലാതെ. സത്യം, പൊളി, അടിപൊളിയായിട്ടാ പറഞ്ഞേക്കുന്നത്. അതെ 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 അതെ. രാജുവിനോടാണ്. ആദ്യമായി ഒരു വഴി വെട്ടുന്നവർക്കെല്ലാം നേരിടേണ്ടി വരുന്ന ചെറിയ കാര്യങ്ങളായി മാത്രം ഇതിനെ കാണുക, സമീപിക്കുക. സിനിമയെ ഇഷ്ടപ്പെടുന്നവരും ആഗ്രഹിക്കുന്നവരും നിങ്ങളോടൊപ്പമുണ്ട്. അതില്ലെങ്കിലും ആൾക്ക് ഒരു ചുക്കുണ്ടാവില്ല. ആദ്യം ആൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഉണ്ടാവില്ല. ആളുടെ ചിന്തകളും വേറെ ലെവൽ തന്നെയാണ്. എന്തായാലും ആ കാര്യത്തിൽ ഭയങ്കര ധൈര്യമുള്ള ആൾ തന്നെയാണ് പൃഥ്വിരാജ്. ഇതൊന്നും വല്ലേ എന്നുള്ള രീതിയിൽ തന്നെ എടുക്കുള്ളൂ. ചിരിക്കുന്നുണ്ടാവും, അപ്പുറത്ത് മാറി എന്താ. എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയോ, പഞ്ചാബി ഹൗസ് ഇല്ലേ, അതിലെ സീന്, പൊട്ടനും പോയി വോട്ട് കിട്ടി ചിരിച്ചുകൊണ്ട്. അല്ല, ഏറ്റവും വലിയ വെല്ലുവിളി തന്നെ അതായിരുന്നില്ലേ. അതായത് ആദ്യ സിനിമ ലൂസിഫർ ഏതാണ്ട് 120 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് സിനിമ തന്നെ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു കളക്ഷൻ നേടുന്ന സിനിമ എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. അത് സംഭവിച്ചെടുത്തു, അത് സിമ്പിളായിട്ട് സാധിച്ചെടുത്തു. ഓക്കെ, എവിടെയാണ് ആഗ്രഹിക്കുന്നവരും നിങ്ങളോട് ഉണ്ട്. കാരണം ഇനി മുതൽ നമ്മുടെ കൊച്ചു കേരളം ഭൂപടത്തിൽ മറ്റെല്ലാ ഭാഷകളോടും കിടപിടിക്കും. രാജു, ഇതിനു മുമ്പും അവഗണനകൾ ഒക്കെ നേരിട്ടതാണല്ലോ. ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. അതാണ്, അത്രേ ഉള്ളൂ. ഇതൊക്കെ എത്ര കഴിഞ്ഞ ഒരു സമയത്ത് നമുക്ക് അറിഞ്ഞൂടെ പൃഥ്വിരാജിനെ ഏതൊക്കെ രീതിയിൽ കളിയാക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുള്ളൂ. അത് ശരിയാട്ടോ. ഈ രാജപ്പൻ വിളിയില്ലേ, രാജപ്പൻ വിളി അന്ന് ഭയങ്കരമായിട്ട്, അത് ഏതെങ്കിലും ഒരു വിഭാഗമല്ല, എല്ലാവരും ഏതാണ്ട് എല്ലാം അതിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആള് അന്ന് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ തള്ളാണ്, അല്ലെങ്കിൽ ഇങ്ങേര് ഇതെന്താന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഈ രാജപ്പൻ വിളിയായിരുന്നു. അതെ, ആ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിട്ട് തെളിയിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതൊന്നും തള്ളല്ലായിരുന്നു അല്ലേ. അതൊക്കെ മാറി. ആളുടെ കോൺഫിഡൻസും കണ്ട്, ആളുടെ കഴിവും കണ്ട്, ആളുടെ വളർച്ചയും കണ്ട് ആ രാജപ്പൻ എന്ന വിളി മാറിയിട്ട് നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് എന്നുള്ള രീതിയിലേക്ക് നമ്മളൊക്കെ വിളി മാറ്റി വിളിച്ചു. ഇപ്പോൾ അതിനുശേഷം അന്ന് ആ രാജപ്പൻ വിളി കാലങ്ങൾക്ക് ശേഷം മാഞ്ഞുപോയി. ഇപ്പോൾ വീണ്ടും ഒരു വിഭാഗം വിളിക്കുന്നത് കണ്ടു. ഒരു വിഭാഗം ഇപ്പോഴും വിളിക്കുന്നു. അതെ, അപ്പൊ ആദ്യമായിട്ട് വീണ്ടും തുടങ്ങി. ഓരോ വെള്ളിയാഴ്ച എത്രയോ സിനിമകൾ ഇറങ്ങുന്നു. അതിൽ ഒന്ന് മാത്രമാണ് എമ്പുരാൻ. സിനിമയെ സിനിമയായി മാത്രം കാണുക. മലയാള സിനിമയിലെ കളക്ഷൻ കണക്കുകൾ ഇനി രണ്ടായി വിഭജിക്കപ്പെടും. ബിഫോർ എമ്പുരാൻ ആൻഡ് ആഫ്റ്റർ എമ്പുരാൻ. സത്യം. എമ്പുരാൻ ചരിത്രത്തിലേക്ക്, പൃഥ്വിരാജിനൊപ്പം സിനിമയ്ക്കൊപ്പം എന്നും എപ്പോഴും. കൺഗ്രാജുലേഷൻസ് ടു ദി എൻറ്റയർ ടീം ഓഫ് എമ്പുരാൻ. സൂപ്പറായിട്ടാണ് ആളെ എഴുതിയിട്ടുള്ളത്. ഇത് വെറുതെ ഒരു സുഹൃത്തിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ പോരാ. അതല്ലത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയോടുള്ളൊരു ആക്രാന്തമുള്ള സ്റ്റീഫന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അവർക്ക് ഭയങ്കര സിനിമയോട് ഭയങ്കര ഒരു ഭ്രമമുള്ള ആളാണ്. ഈ സിനിമയെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും, എമ്പുരാൻ സിനിമയെക്കുറിച്ചുള്ള കാര്യമല്ല, സിനിമ മൊത്തം മലയാള ഇൻഡസ്ട്രിയുടെ അവസ്ഥ അത് വെച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു നിർണായക ഘട്ടമായിരുന്നു എമ്പുരാൻ സിനിമയുടെ റിലീസ്. ശരിക്കും അതിലൂടെ എന്തെങ്കിലും മോശമായൊരു കാര്യം സംഭവിച്ച് ആ സിനിമ തകർന്നു പോയിരുന്നെങ്കിൽ, സാമ്പത്തികപരമായിട്ട് വേറെ ഏത് രീതിയിലൊരു പ്രശ്നമല്ല, സാമ്പത്തികപരമായിട്ട് ഒരിക്കലും ഈ സിനിമ പരാജയപ്പെടാൻ പാടില്ല. സംഭവിച്ചാൽ നമുക്ക് ഒരിക്കലും പിന്നെ ഏതൊരു നടനെ വെച്ചും ഇത്ര വലിയ സിനിമകൾ സംഭവിക്കില്ല. ശരിക്കും റിലീസിന് മുന്നേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ അവര് മറ്റേ തിയേറ്റർ ഓണേഴ്സ് ഒക്കെ അവരൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഈ സിനിമയായിരിക്കും ഈ തിയേറ്റർ ഓണേഴ്സിന്റെ ഒക്കെ കടങ്ങൾ തീർക്കാൻ പോകുന്ന സിനിമ. അതായത് അവരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ സംഭവം അത് തന്നെയായിരുന്നു. അത് തന്നെയാണ് നടന്നതും. ശരിക്കും ഇവർക്കൊക്കെ നല്ല നേട്ടമാണ്, തിയേറ്റർ ഉടമകൾക്കൊക്കെ നല്ല നേട്ടമാണ്. കാരണം ചാകരയാണ്. ഇപ്പോൾ നല്ല അഭിപ്രായം നേടിയ സിനിമകൾ, ഇപ്പോൾ വീരധീര സൂരൻ തമിഴിൽ നിന്ന് വിക്രം നായകനായ സിനിമയാണ്. ആ സിനിമക്ക് നല്ല അഭിപ്രായമായിരുന്നു കേരളത്തിൽ. നമ്മുടെ ഇവിടെ തിയേറ്ററിൽ നിന്ന് സ്ക്രീനിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി. എന്താ എമ്പുരാനുള്ള തിരക്ക് കാരണം. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മലയാള സിനിമ ഇങ്ങനെ ആയിരുന്നോ?
അതായത് മലയാള സിനിമ നമ്മുടെ എത്ര വലിയ നടന്മാരുടേതായാലും അതെടുത്ത് മാറ്റി കൊടുക്കും. ആർക്ക്? തമിഴ് സിനിമകൾക്കോ തെലുങ്ക് സിനിമകൾക്കൊക്കെ. അത് മാറിയിട്ട് അവരുടെ സിനിമ എടുത്തു കളയുന്നു, അതും പോസിറ്റീവ് വന്ന സിനിമകൾ. അതാണ് ചിന്തിക്കണം, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ഇനിയും ഒരുപാട് കളക്ഷൻ നേടിയിട്ട് മുന്നേറി വരട്ടെ. അതായത് മലയാളത്തിൽ തന്നെ ഏറ്റവും ഒരു ബെഞ്ച് മാർക്കായി മാറട്ടെ കളക്ഷനിൽ. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.